ഗുഡ് മോർണിംഗ്. നമ്മളിപ്പം നമ്പർ സിസ്റ്റമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കുറേ കൺവേർഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പോയിൻ്റ് നമ്പേഴ്സിൻ്റെ കൺവേർഷൻ അത് നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല. പോയിൻ്റ് നമ്പേഴ്സ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ. ബൈനറിയിലുള്ളൊരു പോയിൻ്റ് നമ്പറിനെ ഡെസിമലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം. ഇതിലിപ്പം 10 എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നോർമലി നമ്മൾ നേരത്തെ കൺവേർട്ട് ചെയ്തതുപോലെ തന്നെയാണ് വരുന്നത്. എന്ത് ചെയ്യുക, റൈറ്റ് ടു ലെഫ്റ്റ് 2ൻ്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 0 ഇൻറ്റു 2⁻0 പ്ലസ് 1 ഇൻറ്റു 2⁻1. അപ്പം 2 ആയിരിക്കും ഈ ഒരു പൊസിഷൻ്റെ ആൻസർ. അത് നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ പോയിൻ്റ് നമ്പർ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നോക്കുക, റൈറ്റ് സൈഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എടുക്കുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 1 എന്നായിരിക്കും. അപ്പോൾ 1 ഇൻറ്റു 2⁻−1, അതായത് 1/2 എന്നുള്ള ഫോമാറ്റിലാണ് വരുന്നത്. ദെൻ 0 ഇൻറ്റു 2⁻−2, അപ്പോൾ 2/2 വരും. അതുപോലെ തന്നെ അടുത്ത 1 വരുന്ന സമയത്ത് 1 ഇൻറ്റു 2⁻−3 വരും. അപ്പോൾ 1/2 എന്നുള്ള ഫോമാറ്റിലാണ് വരുന്നത്. അടുത്തത് 1 വരുന്ന സമയത്ത് 1 ഇൻറ്റു 2⁻4 വരും. അപ്പോൾ 1/2 എന്നുള്ള ഫോമാറ്റിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് കാൽക്കുലേഷൻ ചെയ്യാം. അപ്പോൾ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 ആണ്. 0/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 തന്നെയാണ് വരുന്നത്. അതുപോലെ 1/8 എന്ന് പറഞ്ഞാൽ 0.125 ആണ് വരുന്നത്. 1/16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.0625 ആണ് വരുന്നത്. ദെൻ ഈ പോയിൻ്റ് നമ്പേഴ്സിനെയൊക്കെ ഇനി നമ്മൾ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഓരോ ഡിജിറ്റായിട്ട് ആഡ് ചെയ്തിടുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 2 ആണെന്ന് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ റൈറ്റ് സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 6875 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് കൺവേർഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുന്ന സമയത്താണെങ്കിൽ 2ൻ്റെ 0th പവർ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് 2⁻0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് റൈറ്റ് സൈഡിലായിരുന്ന സമയത്ത് നമ്മൾ 2ൻ്റെ -1 പവറാണ്. ഇവിടെ 0 പവർ യൂസ് ചെയ്യുന്നില്ല. -1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. അതുപോലെ 1 ഇൻറ്റു 2⁻3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/8 ആണ്. അതുപോലെ 1 ഇൻറ്റു 2⁻4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/16 ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് റിസൾട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 എക്സാമ്പിൾസ് എടുത്തിട്ട് ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് കൺവേർഷൻ വരുന്നത് ഡെസിമൽ ടു ബൈനറി ആണ്. ഡെസിമൽ ടു ബൈനറി നമ്മൾ പോയിൻ്റ് അല്ലാത്ത നമ്പേഴ്സിൻ്റെ കൺവേർഷൻ നോക്കിയിട്ടുണ്ട്. റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2 ആണ്. അപ്പോൾ ഇവിടെ 3ൻ്റെ കറസ്പോണ്ടിങ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. വലിയ നമ്പറൊക്കെ ആണെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 2 വെച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ നോക്കിയിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ 3 ആയതുകൊണ്ട് നമുക്ക് 1 ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ദെൻ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന നമ്പർ നോക്കുക, 14579 ആണ്. ഈ നമ്പറിന് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ നോക്കുക, 0.14579 ഉള്ള നമ്പർ ഉണ്ട്. അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണിത്. അപ്പോൾ റിസൾട്ട് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ എന്താണ് വാല്യൂ വരുന്നത് ആ വാല്യൂ അവിടെ എഴുതി വെക്കണം. ആ വാല്യൂ ആണ് നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 0 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, ഈ 3 എന്താ എടുക്കാത്തത്? നമ്മൾ 3 കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ഈ റൈറ്റ് സൈഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ റൈറ്റ് സൈഡിനെയാണ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് 0 ആണ് കിട്ടുന്നത്. ആ 0 നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് റിസൾട്ടിലേക്ക് ക്യാരി ചെയ്യും. അഗെയിൻ എന്ത് ചെയ്യുക, 0.29158 ആണ് നമുക്ക് ലെഫ്റ്റ് ചെയ്യുന്നത്. ആ ലെഫ്റ്റ് ചെയ്യുന്ന നമ്പറിനെ 2 കൊണ്ട് അഗെയിൻ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് 0.58316 ആണ്. അപ്പോഴും ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ക്യാരി വരുന്നില്ല, അതുകൊണ്ട് 0 ആണ് വരുന്നത്. ആ 0നെ നമ്മൾ ഡയറക്റ്റ് റിസൾട്ടിലേക്ക് എടുത്തു കഴിഞ്ഞു. അഗെയിൻ എന്ത് ചെയ്യുക, 0.58316നെ മൾട്ടിപ്ലൈ ചെയ്യുക 2 കൊണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് നോക്കുക, 1.16632 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 1 ആണ് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്, ഒരു ക്യാരി ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. അപ്പോൾ ഈ ക്യാരീനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് റിസൾട്ടിലേക്ക് എടുക്കും. ദെൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 16632നെയാണ്. ഇവിടെ ഈ 1നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, അതിനെ നമ്മൾ റിസൾട്ടിലേക്ക് എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ 16632 എന്ന് പറഞ്ഞ നമ്പറിനെ അഗെയിൻ മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്
നമുക്ക് കിട്ടുന്ന റിസൾട്ട് 0.33264 ആണ്. അവിടെയും നമുക്ക് ലെഫ്റ്റിൽ വരുന്നത് 0 ആണ്. ആ 0നെ നമ്മൾ ഡയറക്റ്റ് റിസൾട്ടിലേക്ക് ക്യാരി ചെയ്തു. അഗെയിൻ എന്ത് ചെയ്യുന്നു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് 66528 ആണ്. ആ റിസൾട്ടിൻ്റെ കൂടി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ക്യാരി എന്ന് പറയുന്നത് 0 ആണ്. ആ 0നെ നമ്മൾ റിസൾട്ടിലേക്ക് ക്യാരി ചെയ്തിട്ടുണ്ട്. അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 0.66528നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് 1.33056 ആണ്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു 1 ക്യാരി വന്നിട്ടുണ്ട്. ആ ക്യാരി വന്ന 1നെ നമ്മൾ അഗെയിൻ എന്ത് ചെയ്യുന്നു, റിസൾട്ടിലേക്ക് ക്യാരി ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് എത്ര സ്റ്റെപ്പ് വേണമെങ്കിലും ചെയ്യാം. റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് 0 വരുന്നവരെ എത്ര സ്റ്റെപ്പ് വേണമെങ്കിലും ചെയ്യാം. ബട്ട് നമുക്ക് നോർമലി ഇങ്ങനെ ഒരു കൺവേർഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അപ് ടു 3 ഡിജിറ്റ് അല്ലെങ്കിൽ അപ് ടു 4 ഡിജിറ്റ് വരെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ അത്രയും ഡിജിറ്റ്സ് മാത്രം നമ്മൾ ചെയ്തിട്ട് നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഓരോ സ്റ്റെപ്പിലും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ റിസൾട്ടിലേക്ക് എടുക്കും. ദെൻ റൈറ്റിലുള്ള വാല്യൂസിനെ മാത്രമേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ. ഈ ലെഫ്റ്റ് വാല്യൂവിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് തെറ്റിപ്പോകും. അപ്പോൾ ലെഫ്റ്റിനെ നമ്മൾ എപ്പോഴും റിസൾട്ടിലേക്ക് എടുക്കും. ബാക്കി വരുന്ന റൈറ്റ് വാല്യൂസിനെ മാത്രമാണ് നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ഈ കണ്ടു കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കുക, എന്നിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള കൺവേർഷൻസ് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ എക്സസൈസ് നോക്കാം. നമുക്ക് ഒരു നമ്പർ തന്നിട്ടുണ്ട് 29.8. അപ്പോൾ അത് ഡെസിമൽ നമ്പറാണ്. അതിന് എന്ത് ചെയ്യണം, നമുക്ക് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 29നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒന്നുകിൽ നിങ്ങൾക്ക് പൊസിഷൻ വാല്യൂസ് വെച്ചിട്ട് എഴുതാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വരുന്ന റിമൈൻഡർ എത്രയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി 0.8 വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് 0.8നെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. 8നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക, അപ്പോൾ കിട്ടുന്ന റിസൾട്ടിനെ എടുക്കുക. അഗെയിൻ എന്ത് ചെയ്യുക, ആ ബാക്കി വന്നിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന ക്യാരീനെ റിസൾട്ടിലേക്ക് എടുക്കുക. റൈറ്റ് സൈഡിൽ ബാക്കി എന്താണോ ഉള്ളത് അതിനെ അഗെയിൻ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ നമുക്ക് 0 വരുന്നവരെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു 2-3 പൊസിഷൻ കിട്ടുന്നത് വരെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കൺവേർഷൻസ് ഈസിയാണ്. ബൈനറി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒക്ടലിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഗ്രൂപ്പ് ചെയ്താൽ മതി. ഗ്രൂപ്പ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടാണ് 3 ഡിജിറ്റ്സ് വെച്ചിട്ട് 3 ബിറ്റ്സ് വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ആ ഗ്രൂപ്പ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിന് എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ കൺവേർട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഒക്ടൽ നമ്പർ കിട്ടും. ഒക്ടൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒക്ടൽ നമ്പറിനെ 4 ബിറ്റ് വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ലെഫ്റ്റ് സൈഡ് ആയാലും റൈറ്റ് സൈഡ് ആയാലും കോമൺ ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്കൊരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. ഈ ബൈനറി നമ്പറിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1 × 2⁻0 പ്ലസ് 0 × 2⁻1 പ്ലസ് 1 × 2⁻2 ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ പോയിന്റ് നമ്പർ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് 1/2 പ്ലസ് 1/4 പ്ലസ് 0/8 പ്ലസ് 1/16. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെയൊക്കെ റിസൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റ് നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമലും കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ബൈനറിനെ ഡെസിമലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. നമ്മളിതിൻ്റെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വെച്ച് ഗ്രൂപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ലെഫ്റ്റിലേക്കാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. പോയിന്റിൻ്റെ റൈറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ നമ്മൾ റൈറ്റിലേക്കാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, 101ന് 3 ബിറ്റുള്ള ഗ്രൂപ്പാണ് വരുന്നത്. അപ്പോൾ 101 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്, 5 ആണ്. അത് 5 തന്നെയാണ് വരുന്നത്. ദെൻ ഈ റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് 110 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ വരും. ദെൻ 1 മാത്രമാണ് ഒറ്റയ്ക്ക് ഒരു ഗ്രൂപ്പിൽ വരുന്നത്. 1 മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബിറ്റ് ഗ്രൂപ്പ് ആക്കുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിൽ 0 വെച്ച് അപ്പൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും നമുക്ക്. അപ്പോൾ ഇതിന് 3 ബിറ്റ് ഗ്രൂപ്പ് ആക്കാൻ വേണ്ടി നമ്മൾ 1ൻ്റെ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യുക, 2 സീറോസും കൂടി അപ്പൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടും, 6 എന്ന് കിട്ടും. ഇത് നമുക്ക് 4 എന്ന് കിട്ടും. അപ്പോൾ 5.64 എന്നായിരിക്കും നമ്മുടെ ഒക്ടൽ നമ്പർ വരിക. ഇനി ഇതിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ബൈനറിനെ 4 വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്താൽ മതി. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് 4 വെച്ച് ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 5 തന്നെ കിട്ടും. റൈറ്റ് സൈഡിലേക്ക് 4 വെച്ച് ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുക, 13 ആണ് ഇവിടെ നമ്പർ വരുന്നത് അല്ലേ. 13ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും വരിക, D ആയിരിക്കും വരിക അല്ലേ.
അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒക്ടൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഒക്ടലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. കറസ്പോണ്ടിങ് പൊസിഷൻ വാല്യൂസ് വെച്ചിട്ടുള്ള 3 ബിറ്റ് ഗ്രൂപ്പ് ആക്കിയാൽ മതി. ഇവിടെ 3 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ 3ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ വരും, 0ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ വരും, 7ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ വരും. അപ്പോൾ നമുക്ക് ബൈനറി കിട്ടും. ബൈനറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡെസിമൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാം. അതുപോലെ തന്നെ ബൈനറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹെക്സാഡെസിമൽ കാൽക്കുലേറ്റ് ചെയ്യാനും എളുപ്പമായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് ഹെക്സാഡെസിമൽ നമ്പർ വരുന്നത്. ഹെക്സാഡെസിമലിൻ്റെ ബൈനറി നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സീൻ്റെ ബൈനറി കോഡ് എത്രയാണ്, 8ൻ്റെ ബൈനറി കോഡ് എത്രയാണ്, 2ൻ്റെ ബൈനറി കോഡ് എത്രയാണെന്ന് ചെക്ക് ചെയ്താൽ മതി. അത് ചെയ്തതിന് ശേഷം നമുക്ക് ബൈനറി കോഡ് കിട്ടും. ബൈനറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ 3 ബിറ്റ് വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. അത് വെച്ച് നമുക്ക് ബൈനറി ടു ഡെസിമൽ കൺവേർഷനും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഈ റിസൾട്ട് തന്നെയാണോ കിട്ടുന്നതെന്ന് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തതിൻ്റെ സ്റ്റെപ്പ് അടക്കം നിങ്ങൾ ചെയ്തതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരണം. ഈ റിസൾട്ട് തന്നെയാണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്തിട്ട്. ഓക്കെ, ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്പർ സിസ്റ്റത്തിൻ്റെ കൺവേർഷനും ഏതൊക്കെയാണ് നമ്പർ സിസ്റ്റം എന്നുള്ളത് നമുക്ക് ഈ ഒരു പോർഷൻ വെച്ച് കഴിഞ്ഞാൽ കവറായി. ഓക്കെ.